ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദം, വേദാന്തം, വേദാന്തത്തിൽ മുഖ്യമായി വരുന്ന ഉപനിഷത്ത് ഗ്രന്ഥമെന്ന അർത്ഥത്തിൽ ഉപനിഷത്തുക്കൾ, അവയിൽ കേനോപനിഷത്തിൻ്റെ സ്ഥാനം, സവിശേഷത, കേനോപനിഷത്തിൻ്റെ ഭാഷ്യം, ഈ വിഷയങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഒരു പ്രാഥമിക തലത്തിൽ ഇത്ര പരിചയപ്പെട്ടിട്ട് നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. അല്ലാതെ പരിചയപ്പെടുന്നത് കൂടുതൽ വിസ്തരിച്ചായാൽ പിന്നെ ഗ്രന്ഥത്തിലേക്ക് കടക്കലുണ്ടാവില്ല, പരിചയം ഉണ്ടാവുള്ളൂ. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പരിചയപ്പെടാം. ഉപനിഷത്തുക്കളുടെ ശങ്കരഭാഷ്യങ്ങളെല്ലാം തന്നെ ഓരോ പദത്തിൻ്റെയും അർത്ഥം പറഞ്ഞുകൊണ്ട് ആശയവ്യക്തത നൽകുക, അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മറുപടി പറയുക എന്ന രീതിയിലാണ്. കേനോപനിഷത്തിൻ്റെയും പദഭാഷ്യം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഉപനിഷത്ത് വാക്യത്തെ പ്രത്യേകം വിചാരം ചെയ്യുന്ന രീതിയിലാണ് വാക്യഭാഷ്യം. അതാണ് ഇപ്രാവശ്യം പഠിക്കാമെന്ന് വെച്ചത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉപനിഷത്ത് പഠനത്തിൻ്റെ ഒരു സമ്പ്രദായം അനുസരിച്ച് പാരമ്പര്യക്രമത്തിൽ ശാന്തി പാഠത്തോടു കൂടിയിട്ടാണ് ഉപനിഷത്തുക്കൾ പഠിക്കാറ്. ശാന്തി പാഠം നിർവിഘ്നമായ പരിസമാപ്തിയെ പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ പഠനത്തിന് യാതൊരു വിഘ്നങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാവരുതേ എന്ന് സങ്കല്പിച്ചുകൊണ്ടുമൊക്കെയാണ്. അതുപോലെ സാമാന്യ ജീവിതത്തിൽ ദുഃഖങ്ങൾ, വിഘ്നങ്ങൾ ഇല്ലാതാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശാന്തി പാഠങ്ങൾ. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ വേദത്തിൽ നൂറുകണക്കിന് ശാന്തി മന്ത്രങ്ങളുണ്ട്. എന്നാൽ പ്രത്യേകമായി ശാന്തി മന്ത്രങ്ങളെന്ന് ആചാര്യ പരമ്പര വ്യാഖ്യാനിച്ച് പാഠം ചെയ്തു പോരുന്നത് 10 ശാന്തി മന്ത്രങ്ങളാണ്. ദശ ശാന്തി മന്ത്രങ്ങൾ. അവയിൽ തന്നെ ഉപനിഷത്ത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യന്തങ്ങളിൽ ചൊല്ലാറ് 5 എണ്ണമാണെന്ന് പറയാം, അഥവാ 6 എണ്ണമാണെന്ന് പറയാം. അതെങ്ങനെയാ 5 എന്ന് പറയാം അഥവാ 6 എന്ന് പറയാം എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഋഗ്വേദീയമായ എല്ലാ ഉപനിഷത്തുക്കളുടെയും ആദ്യന്തങ്ങളിൽ ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. കൃഷ്ണയജുർവേദീയമായ എല്ലാ ഉപനിഷത്തുക്കൾക്കും ഓം സഹനാവവതു എന്ന് തുടങ്ങുന്നതാണ്. എന്നാൽ കൃഷ്ണയജുർവേദീയം തന്നെയായ തൈത്തിരീയ ഉപനിഷത്തിലെ 1-ാമത്തെ വല്ലിക്ക് മാത്രം ഓം ശന്നോ മിത്ര ശം വരുണ എന്ന് തുടങ്ങുന്നത് അധിക പാഠമായിട്ടുണ്ട്. അധിക പാഠം എന്ന് പറയുമ്പോൾ സഹനാവവതുണ്ട്, അതിൻ്റെ കൂടെ ഇതുകൂടി ചൊല്ലാറുണ്ട്.
അതുകൊണ്ടാണ് 5 അഥവാ 6 എന്ന് പറഞ്ഞത്. കൃഷ്ണയജുർവേദീയമായ എല്ലാ ഉപനിഷത്തുക്കളുടെയും ശാന്തി മന്ത്രം ഓം പൂർണ്ണമദ എന്ന് തുടങ്ങുന്നതാണ്. സാമവേദീയമായ എല്ലാത്തിൻ്റെയും ശാന്തി മന്ത്രം ആപ്യായന്തു മമാങ്കാനി എന്ന് തുടങ്ങുന്നതാണ്. അഥർവവേദീയമാകട്ടെ ഓം ഭദ്രം കർണേഭി എന്ന് തുടങ്ങുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 10 ഉപനിഷത്തുക്കളിൽ കേനോപനിഷത്തും ഛാന്തോഗ്യോപനിഷത്തുമാണ് സാമവേദീയമായത്. ഇവിടെ ആപ്യായന്തു മമാങ്കാനി എന്ന് തുടങ്ങുന്നതാണ്. അത് ചൊല്ലി മനസ്സിലാക്കി ചൊല്ലി എന്നിട്ടാണ് ഉപനിഷത്ത് പഠിക്കുക. ഓരോ പാഠവും ചെയ്യുമ്പോൾ ആരംഭത്തിലും അവസാനത്തിലും അത് ചൊല്ലിയാണ് നമ്മൾ തുടങ്ങേണ്ടത്, അതുപോലെ നിർത്തേണ്ടത്. ഓം ആപ്യായന്തു മമാങ്കാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോദ നിരാകരണമസ്ത്വനിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാ തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ ശാന്തിപാഠങ്ങളും ആരംഭിക്കുന്നത് ഓംകാരത്തോടു കൂടിയാണ്. ഓം എന്നുള്ളത് സർവവേദസാരമാണെന്ന് ആദ്യം മനസ്സിലാക്കാം. അനന്തമായ വേദത്തിൻ്റെ മൊത്തം താത്പര്യ നിർണയമാണ്, അല്ലെങ്കിൽ സാരമാണ് ഓം എന്നുള്ളത്. വേദത്തെ ഒന്ന് വിസ്തരിച്ച് പറയൂ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും സാധ്യമല്ല പൂർത്തിയാക്കാൻ. പറയാം എന്നുള്ളതൊക്കെയാണ് വേദം എന്ന് പറയാം, വേദമന്ത്രങ്ങൾ ചൊല്ലാം. എന്നാൽ പറഞ്ഞ് പൂർത്തിയാക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കില്ല. സാക്ഷാൽ ബ്രഹ്മാവ് വന്നാലും പ്രയോജനമില്ല. എന്നാൽ ചുരുക്കി പറയാമോ എന്ന് ചോദിച്ചാൽ ആർക്കും ആവാം, ഒരൊറ്റ ശബ്ദം ഉച്ചരിച്ചാൽ മതി. ഓം. സർവേ വേദാ യത്പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി. ഓം ഇത്യേതത്. സർവേ വേദാഹ യത്പദമാമനന്തി. എല്ലാ വേദങ്ങളും നേരത്തെ പറഞ്ഞു, ഋഗ്യജു സാമ അഥർവ വിഭാഗത്തിൽ കർമ്മജ്ഞാനകാണ്ഡ ഭേദങ്ങളിൽ അനേക ശാഖാഭേദങ്ങളിൽ അംഗങ്ങളോടൊത്ത് ഉപവേദങ്ങളാൽ അനുബദ്ധങ്ങളായി എല്ലാ വേദങ്ങളും ഏതൊരു പദത്തെയാണോ വിശദീകരിക്കുന്നത് ആമനന്തി. തപാംസി സർവാണി ച യദ്വദന്തി. എല്ലാ തപസ്സുകളും എന്തിനെയാണോ ലക്ഷ്യമായി പറയുന്നത്. യദിച്ഛന്തഃ ബ്രഹ്മചര്യം ചരന്തി. യാതൊന്നിനെ പ്രാപിക്കാൻ ഇച്ഛിച്ചിട്ടാണോ സാധകന്മാർ ബ്രഹ്മചര്യം ചരിക്കുന്നത്. തത്പദം, ആ പദത്തെ, തേ നിനക്ക്, സംഗ്രഹേണ ഏറ്റവും ചുരുക്കമായി, ബ്രവീമി ഞാനിതാ പറഞ്ഞു തരുന്നു. ഓം ഇത്യേതത്. ഓം എന്നുള്ളതാണത്.
എന്ന് പറയുമ്പോൾ സർവവേദസാരം. ഓം എന്നുള്ളത് വാസ്തവത്തിൽ ബ്രഹ്മപ്രതീകമാണ്. ഏതദ്വൈ സത്യകാമ പരം ച അപരം ച ബ്രഹ്മയതോങ്കാര. അല്ലയോ സത്യകാമ? പിപ്പലാദ മഹർഷി പറയുകയാണ് പ്രശ്നോപനിഷത്തിൽ, ഹേ സത്യകാമ, ഈ ഓങ്കാരം ഉണ്ടല്ലോ, ഇത് പരബ്രഹ്മവുമാണ്, അതേസമയം അപരബ്രഹ്മവുമാണ്. ഒരു പടി കൂടി കടന്നിട്ട് ഓം ഇതി ബ്രഹ്മ, ഓം എന്നുള്ളത് ബ്രഹ്മമാണ്, പരാപര വ്യത്യാസമൊന്നും കൽപ്പിക്കേണ്ട എന്ന് ഉപനിഷത്ത് പറയും. ഓമിത് ഏകാക്ഷരം ബ്രഹ്മ, ശ്രുതിയും സ്മൃതിയും പറയും. ഓമിത്യേതത് അക്ഷരമിതം സർവം, ഓം എന്നുള്ള അക്ഷരമാണ് ഇതെല്ലാം. അങ്ങനെ 100 കണക്കിന് ശ്രുതിവാക്യങ്ങളാണ് ഓംകാര മഹിമ പറയുന്നത്. എന്നല്ല, മനുഷ്യൻ ഉച്ചരിക്കാവുന്ന സർവശബ്ദങ്ങളുടെയും ഏക പ്രതീകമാണ് ഓംകാരം. അതുപോലെ വേറൊരു ശബ്ദമില്ല. അത് നമുക്കെല്ലാം മനസ്സിലാക്കാം. കാരണം ഇപ്പം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ശബ്ദങ്ങൾ പുറപ്പെടുന്നുണ്ടാവും, പക്ഷെ ഉച്ചാരണം എന്നുള്ളത് കണ്ഠം മുതൽ ഓഷ്ഠം വരെയാണ്, തൊണ്ട മുതൽ ചുണ്ടുകൾ വരെ. അതുപോലെ മനുഷ്യൻ ഏത് ഭാഷയായാലും ശരി, സംസാരിക്കുന്നതിൻ്റെ കണ്ഠത്തിൽ ആരംഭിച്ചു അകം, ഓഷ്ഠത്തിൽ അവസാനിച്ചു പുറം എന്ന് പറഞ്ഞ പോലെ താഴെ കണ്ഠം, മുകളിൽ നാസികയാണ്. നാസിക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മോൾഭാഗമായിട്ട് ഇവിടെ വരും, മൂക്കിൻ്റെ. അപ്പോൾ മൂർധാവ് സ്ഥാനമാണ് ഉച്ചാരണത്തിൻ്റെ. പക്ഷെ മൂർധാവ് എന്ന് പറഞ്ഞാൽ ഇതല്ല മൂർധാവ്, വായയുടെ മോൾഭാഗമാണ്. അതിനു മുകളിലാണ് നാസികയുടെ സ്ഥാനം. അപ്പോൾ ഇത്രയും സ്ഥാനങ്ങൾക്ക് നടുക്കുന്നാണ് മനുഷ്യൻ എല്ലാ ശബ്ദങ്ങളെയും ഉച്ചരിക്കുന്നത്. ഓംകാരം ഉണ്ടായിട്ടുള്ളത് അകാരവും ഉകാരവും മകാരവും ചേർന്നിട്ടാണ്. ആ പ്ലസ് ഉ പ്ലസ് മ. അകാരം എവിടുന്നാ? ഓ, ഓ തൊണ്ടയിൽ നിന്നാണ്. ഉ ഉ ഓഷ്ഠങ്ങളിൽ നിന്നാണ്. മ ഓഷ്ഠവും നാസികയും ചേർന്നിട്ടാണ് മ. അപ്പോൾ മനുഷ്യന് ഉച്ചരിക്കാവുന്ന സർവശബ്ദസ്ഥാനങ്ങളുടെയും ചേർച്ചയിൽ നിന്നാണ് ഓങ്കാരം ഉച്ചരിക്കപ്പെടുന്നത്. ഇതുപോലെ വേറൊരു ശബ്ദമില്ല. നമ്മൾ തന്നെ ഓങ്കാരം ഉച്ചരിക്കുന്നത് തന്നെ മംഗളാചരണമായിട്ടാണ് കൂട്ടുന്നത്. ഏറ്റവും മംഗളമായിട്ടാണ് ആചാര്യന്മാർ ഓങ്കാരത്തെ പരിചയപ്പെടുത്തുന്നത്. ഈശ്വരൻ്റെ നാമമായിട്ട് ഓങ്കാരത്തെ പറയുന്നു, ബ്രഹ്മപ്രതീകമായിട്ട് ഓങ്കാരത്തെ പറയുന്നു. അങ്ങനെയുള്ള ഓംകാരത്തോടു കൂടി ആരംഭിക്കുന്നു. ഓം ആപ്യായന്തു മമ അംഗാനി, മമ അംഗാനി ആപ്യായന്തു, എൻ്റെ അംഗങ്ങൾ രക്ഷിക്കപ്പെടട്ടെ, പാലിക്കപ്പെടട്ടെ. നമുക്ക് ധർമാചരണത്തിനുള്ള ഉപാധിയാണ് ഈ ശരീരം. നമുക്ക് ജീവിതത്തിൽ ഏതോ ലക്ഷ്യമാകട്ടെ, ആ ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് ഈ ശരീരമാകുന്ന ഉപാധിയുടെ സഹായം കൂടിയേ തീരൂ. ദേഹം ഉണ്ടെങ്കിൽ എന്തും നടക്കും. ദേഹമുണ്ട് പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. ഇതിലത്തെ എല്ലാ അംഗങ്ങളും വേണ്ടതുപോലെ പ്രവർത്തിക്കണം. ബുദ്ധി, മനസ്സ്, അവിടെ നിങ്ങോട്ട് ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്ന സ്ഥാനങ്ങൾ, അവ പ്രവർത്തിക്കുന്നതിന് ആശ്രയിക്കുന്ന മറ്റ് അവയവങ്ങൾ എല്ലാം വേണ്ടതുപോലെ പ്രവർത്തിച്ചാലേ നമുക്ക് ജീവിക്കാനൊക്കൂ, നല്ലതോ ചീത്തയോ എന്തോ ആട്ടെ പ്രവർത്തിക്കാനൊക്കൂ. അപ്പം ആദ്യം തന്നെ ഇവിടെ പ്രാർത്ഥിക്കുന്നത്, സങ്കല്പിക്കുന്നത് എൻ്റെ അംഗങ്ങളെല്ലാം പാലിക്കപ്പെടട്ടെ, രക്ഷിക്കപ്പെടട്ടെ എന്നാണ്.
ഉപനിഷത്ത് പഠനത്തിൽ വക്താവുമുണ്ട്, ശ്രോതാവുമുണ്ട്, പറയുന്ന ആളുമുണ്ട്, കേൾക്കുന്ന ആളുമുണ്ട്. രണ്ടാളുടെയും അംഗങ്ങൾ പരിപാലിക്കപ്പെടണം. പറയുന്ന ആളുടെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, അവിടെ നിൽക്കും പറച്ചിൽ. തൊണ്ടയ്ക്ക് മാത്രമോ, എവിടെയെങ്കിലും തൊണ്ടയുകൊണ്ട് പറയണമെന്നുകൊണ്ട് കാലിന് സഹിക്കാൻ വയ്യാത്ത വേന വന്നാലോ, ചെവിക്ക് വന്നാലോ, പല്ലുവേന വന്നാലോ, നീ കാലുകൊണ്ടല്ലല്ലോ വർത്തമാനം പറയണത് എന്ന് ചോദിച്ചാൽ അത് നടപ്പില്ല. അസഹ്യമായ വേദനയാണെങ്കിൽ പാഠം അവിടെ നിൽക്കട്ടെ പറയും, ഇല്ലേ? അതെ. ചൊറി വന്നാലോ, ഇവിടെ വല്ല നായ്ക്കുറനോ ഒക്കെ ആരെങ്കിലുമൊക്കെ സ്നേഹം കൊണ്ട് വെതറിയാൽ അപ്പോൾ എഴുന്നേറ്റ് ഓടേണ്ടി വരും. ചിന്തിക്കുക. അപ്പം ചെറിയൊരു അംഗത്തിന് പോലും ഒരു കുഴപ്പം ഉണ്ടാവരുത്. അതുപോലെ കേൾക്കുന്ന ആൾക്കും അങ്ങനെ തന്നെ. ഏതെങ്കിലും അംഗത്തിന് എന്തെങ്കിലും തകരാറ് വന്നാൽ കേൾക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അതുപോലെ അംഗങ്ങൾ സുപ്തിയിലേക്ക് പോയാൽ, ഉറങ്ങിപ്പോയാലോ അപ്പോഴും കേൾക്കാൻ പറ്റില്ല. ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ദൂരെ നിന്നൊക്കെ വരുന്നത്, ഇല്ലേ? ഇത് കേൾക്കാൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇരുന്ന് ഉറങ്ങിപ്പോയി, എന്ത് പ്രയോജനം? ഉറക്കം വീട്ടിൽ നിന്ന് ഉറങ്ങിക്കൂടെ? ചിലരിവിടെ വരുന്നതന്നെ അതിനാണ്. സുഖായിട്ടോ സ്വാമിയെ, കുളത്തൂർ വന്ന നല്ല ഉറക്കമാണ്. നാടിൻ്റെ ഗുണമെന്നാണ് നമ്മൾ വിചാരിക്കുക. നാടിൻ്റെ ഗുണം കൊണ്ടല്ല, ചിദാനന്ദപുരസ്വാമിയുടെ ശബ്ദത്തിൻ്റെ ആ ഒരു സുഖമാണത്. അപ്പോൾ പറഞ്ഞത് താല്പര്യം, ഒരംഗത്തിനും രോഗം വരാൻ വയ്യ, ക്ലേശങ്ങൾ വരാൻ വയ്യ, വേദന തുടങ്ങിയവ ഉണ്ടെങ്കിൽ വയ്യ. അപ്പം നമ്മുടെ എല്ലാ അംഗങ്ങളും പരിപാലിക്കപ്പെടണം. അതാണ് പ്രാർത്ഥിക്കുന്നത്. ആപ്യായന്തു മമ അംഗാനി, എൻ്റെ അംഗങ്ങൾ രക്ഷിക്കപ്പെടട്ടെ, പാലിക്കപ്പെടട്ടെ. ആരാൽ? ഈ ബ്രഹ്മവിദ്യയാൽ, അഥവാ ഈ ബ്രഹ്മവിദ്യയാൽ പ്രതിപാദിക്കപ്പെടുന്ന ഈശ്വരനാൽ രക്ഷിക്കപ്പെടട്ടെ. എന്നിട്ട് ഏതൊക്കെ അംഗങ്ങളാണെന്ന് കുറച്ചെണ്ണത്തിൻ്റെ പേര് പറയുക. വാക്, പ്രാണ, ചക്ഷു, ശ്രോത്രം, അഥ ബലം, ഇന്ദ്രിയാണി ച സർവാണി. ആദ്യം തന്നെ പറയുന്നത് വാക്കാണ്. അപ്പം നമ്മൾ ഈ ശാന്തി മന്ത്രം ഓരോരോ ഭാവനയിൽ നമുക്ക് ചൊല്ലാം ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ചൊല്ലണത് ഈ ഉപനിഷത്ത് പഠനം മനസ്സ് സങ്കല്പിച്ചിട്ടാണ്. അപ്പം ആദ്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഏതാണ്? വാക്കാണ്. വാക്ക്, പറയുന്ന ആളുടെ വാക്ക് നല്ലോണം പ്രവർത്തിക്കണം. കേൾക്കുന്ന ആളിലേക്ക് ആ വാക്ക് പ്രവേശിക്കണം. ഇത് രണ്ടിനും തെറ്റ് വരാം, ഇല്ലേ? ആർക്കായാലും തെറ്റ് വരാം. ചിലപ്പോൾ വാക്ക് പുറത്തേക്ക് വരാതെ ആവാം. ഒരു സെക്കൻഡ് മതി, ഒരു സെക്കൻഡ് വേണം, ഒരു സെക്കൻഡിൻ്റെ 1000 അംശം മതി, വാക്കുച്ചരിക്കാനുള്ള സാമർഥ്യം നഷ്ടപ്പെട്ടു പോകും. ഇനി വാക്ക് ഉച്ചരിക്കാനുള്ള സാമർഥ്യം നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ എന്താ പറയേണ്ടതെന്നുള്ളൊരു പിടി കിട്ടാതിരുന്നാൽ പോരെ? അതൊക്കെ ഇപ്പോൾ വാക്കിന് പരാപശ്യന്തി മധ്യമ വൈഖരി രൂപത്തിലാണല്ലോ വാക്ക് വരുന്നത്. ഇതിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ തടസ്സം വന്നാൽ മതി. ആർക്കും എപ്പോഴും വരാം, ഇല്ലേ? ഇല്ല. നോക്കൂ, നമ്മുടെ സ്വന്തം അനുഭവം പറഞ്ഞുതരാം. ഒരു പ്രഭാഷണത്തിൽ ധാരാളം പേര് കേൾക്കാനുണ്ട്. 3 പ്രാവശ്യം രാമൻ എന്ന് പറയേണ്ട അടുത്ത് രാവണൻ എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ. രാമൻ എന്ന് പറയേണ്ട അടുത്ത് ഭരതൻ എന്ന് പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ ലക്ഷ്മണൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെയും തരക്കേടില്ല. രാവണൻ എന്നാ പറഞ്ഞു, വായിൽ അങ്ങനെയാണ് വന്നത്, എന്താ ഇപ്പം ചെയ്യുക? അപ്പം മുമ്പിലിരിക്കുന്ന ഒരാൾ വല്ലാതെ അസഹ്യമായപ്പോൾ പറഞ്ഞു, സ്വാമി രാവണനല്ല രാമനാണ്. നമ്മൾ പറഞ്ഞു, നല്ലോണം ഉറങ്ങിയാൽ രാവണൻ രാമനാവും. നല്ലോണം ഉറങ്ങിയാൽ രാവണൻ രാമനാവും. താത്പര്യം അതിൻ്റെ മുമ്പ് ഒരു 3 രാത്രിയോളം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അത്രയും കഠിനമായ യാത്രകൾ, വിശ്രമമില്ലാത്ത യാത്രകൾ, അത് ദേഹത്തിന് നാഡീവ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ച ക്ഷീണം, അതുകൊണ്ടാവും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പം മര്യാദയ്ക്കൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവണൻ രാമനാവും, ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, സുഷുപ്തിയിൽ എല്ലാവരും രാമന്മാരാ. സുഷുപ്തിയിൽ ആരും രാവണനില്ല. ഉണ്ടോ? എന്താ അഭിപ്രായം?
ഏത് രാവണനും സുഷുപ്തിയിലാരാ? രാമനാ. അതാർക്കും അഭിപ്രായ വ്യത്യാസമുള്ള? അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം, പിന്നെ പറയുന്നത്. ഏത് രാവണനും സുഷുപ്തിയിൽ രാമനാ. കാരണം അവിടെ ജാഗ്രത് സ്വപ്ന വാസനകളില്ല. അവിടെ ഞാനായിട്ടേ ഉള്ളൂ. അതാണ് സുഷുപ്തിയിൽ എല്ലാവർക്കും ആനന്ദത്തിൻ്റെ പരാകാഷ്ഠയൊന്നുമില്ല, ആനന്ദ സ്ഫുരണമാണ് സുഷുപ്തിയിൽ. സുഖായി. അപ്പം നമുക്കൊക്കെ സംഭവിക്കാതെ. അപ്പം പറയുന്ന ആളുടെയും കേൾക്കുന്ന ആളുടെയും വാക്ക് ശരിക്ക് പ്രവർത്തിക്കണം. ആദ്യം സംരക്ഷിക്കപ്പെടേണ്ട വാക്കാണ്. വാക്ക് സംരക്ഷിക്കപ്പെട്ടാൽ ബാക്കിയൊക്കെ ഉണ്ടാവും. നല്ല വാക്ക് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ചില്ലാനം വരാൻ പണിയൊന്നുമില്ല. നല്ല വാക്ക് സംസാരിക്കാൻ അറിയില്ല വെച്ചാൽ പല്ല് പോകാനും പണിയൊന്നുമില്ല. അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? നമ്മളെ കൂട്ടുകെട്ട് ബന്ധങ്ങളൊക്കെ എന്തിൻ്റെ മുകളിലാണ്? വാക്കിൻ്റെ മുകളിലാണ്. അപ്പോൾ വാക്കെപ്പോഴും ശുദ്ധാവണം. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾ വല്ലാതെ ദേഷ്യം ഉണ്ടെങ്കിൽ രണ്ട് തല്ലു കൊടുത്തോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ദുഷിച്ച വാക്ക് പറയരുത്. വാക്കുകൊണ്ട് ആരെയും ഹൃദയം വേദനിപ്പിക്കാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ വാക്ക് എപ്പോഴും രക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ചും ഉപനിഷത്ത് പഠനത്തിനിരിക്കുമ്പോൾ അതാണ് ആദ്യം തന്നെ വാക്കാ പറയണത്. ആപ്യായന്തു മമംഗാനി വാക് പ്രാണഃ. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാണാപാന സമാനുദാന ഭേദങ്ങളൊന്നും കൽപ്പിക്കേണ്ട. മൊത്തം നമ്മളിലൊക്കെ ഉള്ളതായ വൈയക്തിക ശക്തിയെ നമുക്ക് പ്രാണൻ എന്ന് തൽക്കാലം പറയാം. എല്ലാ കരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ്. അതാണ് പ്രാണനായും അപാനനായും സമാനനായും വ്യാനനായും ഉദാനനായും ഒക്കെ ദേഹത്തിലിരിക്കണത്. മൊത്തത്തിൽ പ്രാണൻ എന്ന് പറയാം. അനുചേഷ്ടായാം എന്ന ധാതു. പ്ര ആ എന്നീ രണ്ട് ഉപസർഗങ്ങൾക്ക് ശേഷം അനധാതു വരുമ്പോഴാണ് പ്രാണ എന്നുണ്ടാവുന്നത്. ഇനി വേറൊരു വിഷയം ശ്രദ്ധിച്ചോളൂ. പ്രാണാപാന സമാനുദാന വ്യാനന്മാരിലൊക്കെ ധാതു ഒന്ന് തന്നെയാണ്, അന. ഒരു ഉപസർഗവും ഒന്ന് തന്നെയാണ്, ആ. അതിന് മുമ്പുള്ള ഉപസർഗത്തിനെ മാറ്റുള്ളൂ. പ്ര, അപ, സമ്, വി, ഉദ്. ഇത്രയും ഉപസർഗങ്ങൾക്കേ മാറ്റുള്ളൂ. അപ്പോൾ ഈ പ്രാണങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നാലേ, രക്ഷിക്കപ്പെട്ടാലേ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്ന് വേണ്ട നമ്മുടെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കും. കൈ വേണമെങ്കിൽ കാല് വേണമെങ്കിലൊക്കെ പ്രാണൻ പ്രവർത്തിക്കണം. പ്രാണൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വേറൊന്നും സംരക്ഷിക്കപ്പെടില്ല. പ്രാണനിൽ ചെറിയ ചില വിഗതി വന്നാൽ തന്നെ ഒരു പഠിപ്പും നടക്കില്ല. ബുദ്ധി ഉണ്ടാവില്ല എന്നേ, ബോധം കെട്ടുപോകും. അപ്പം തന്നെ പ്രാണൻ മര്യാദയ്ക്കില്ല വെച്ചാൽ. അപ്പോൾ പ്രാണൻ രക്ഷിക്കപ്പെടണം. വാക് പ്രാണ. ചക്ഷു, കണ്ണ്. കണ്ണ് രക്ഷിക്കപ്പെടണം. ഗുരുനാഥനെ കാണണം, ശിഷ്യനെ കാണണം, ഭക്താവും ശ്രോതാവും പരസ്പരം കാണണം. സാമാന്യമായിട്ട് ഏതെങ്കിലും കരണത്തിൻ്റെ അഭാവമുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട. അല്ലാത്ത പക്ഷത്തിൽ നമുക്ക് പരസ്പരം കാണണം. എന്നാൽ തന്നെ ആശയവിനിമയം നടക്കും. എന്നാലേ പഠിക്കാൻ പറ്റൂ. ലോകത്തിലും അത് ഏത് കാര്യസാധ്യത്തിനും കാണണം. ചക്ഷുഹു. ഒക്കെ ഒരു നിമിഷം വേണ്ട ഇല്ലാണ്ടാവാൻ. ശ്രോത്രം, ചെവി. കേൾക്കണം, നല്ലോണം കേൾക്കണം. കേൾക്കാനുള്ള കഴിവ് വേണം. കേൾക്കുന്നത് വലിയൊരു കലയാണ്, വലിയൊരു ശാസ്ത്രവുമാണ്. പറയുന്നത് വലിയൊരു കലയാണ്, വലിയൊരു ശാസ്ത്രമാണ്. പറയുന്ന പോലെ തന്നെ കഴിവ് വേണം കേൾക്കാനും. കേട്ടത് അടുക്കി ഒതുക്കി വയ്ക്കാൻ, എന്നിട്ട് വേണ്ടപ്പോൾ എടുക്കാൻ.
അതിന് പ്രത്യേകം കഴിയണം. അല്ലാതെ കുറേ കേട്ടു പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളത്? ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഒരു പ്രയോജനമില്ല. അത് വേണ്ടതുപോലെ അടുക്കി ഒതുക്കി അതത് സ്ഥാനത്ത് വെക്കാൻ പഠിക്കണം. എന്നാലേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള ഇടത്തുനിന്ന് എടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് കേൾക്കുക എന്നുള്ളൊരു കലയുമാണ്, ശാസ്ത്രവുമാണ്. പിന്നെ ബലം. നമ്മുടെ എല്ലാ കരണങ്ങൾക്കും ബലം വേണം. എല്ലാ സാധകന്മാർക്കും നല്ല ബലം വേണം. എല്ലാ ബലവും, ശരീരത്തിൻ്റെ ബലം, പ്രാണബലം, ഇന്ദ്രിയ ബലം, മനോബലം, ബുദ്ധിബലം, എല്ലാ ബലവും വേണം. നമ്മൾ ദുർബലന്മാരായി കഴിഞ്ഞാൽ ഒരു പഠനവും നടപ്പില്ല. ഇത് ഓർമ്മിക്കണം. ഒരിക്കലും ദൗർബല്യത്തെ പൂജിക്കരുത്. ദൗർബല്യത്തെ സ്നേഹിക്കാം, ദൗർബല്യത്തെ സേവിക്കാം, പക്ഷെ ദൗർബല്യത്തെ പൂജിച്ചുകൂടാ. ഇല്ലേ? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. അതുകൊണ്ട് ബലമസി ബലമേ ദേഹി, ദേഹി എന്നുണ്ട്. നീ ബലമാണ്, നീ എനിക്ക് ബലം തരണേ എന്ന് പ്രാർത്ഥിക്കും. ഒരിക്കലും ദൗർബല്യം പ്രാർത്ഥിക്കാറില്ല. കരുത്തുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയും, എന്നാലേ പഠിക്കാൻ കഴിയും. ന്യായമാത്മാ ബലഹീനേന ലഭ്യ എന്ന് ഉപനിഷത്ത് പറയും. ഈ ആത്മജ്ഞാനം ബലഹീനന്മാർക്ക് ലഭിക്കില്ല. ബലഹീനന്മാർക്ക് ഈ ആത്മജ്ഞാനം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ദുർബലതയെ പൂജിക്കുന്നവരായി പോയി. എന്ത് ചെയ്യും? ഇടക്കാലത്ത് അങ്ങനെയായിപ്പോയി. ദൗർബല്യത്തെ പൂജിക്കുക. അയ്യോ, എന്നൊന്നിനും കൊള്ളില്ലേ, എനിക്ക് ശക്തിയില്ലേ, അതെന്തൊരു കേമാന്ന് തോന്നിപ്പോയി നമുക്ക്. ശക്തി ഉണ്ടെന്ന് വരാനും ശക്തി ഉണ്ടെന്ന് പറയാനും ഒക്കെ ഒരു മടി. പറ്റില്ല. ബലം വേണം, എല്ലാ തരത്തിലുള്ള ബലവും വേണം. ബലം പോയി തല്ലുക എന്നല്ല അർത്ഥം. ചിലരുടെ വിചാരം അതാ. ബലം എന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്യാന്ന്. റിയാക്ട് ചെയ്യുന്നിടത്ത് ഒരു ബലവും വേണ്ട. റിയാക്ട് ചെയ്യാൻ എന്ത് ബലം വേണ്ട? അവിവേകം മാത്രം മതി റിയാക്ട് ചെയ്യാൻ, വേറൊന്നും വേണ്ട. ഈ ബലത്തിൻ്റെ ഒരു ദൃഷ്ടാന്തം പറയുമ്പോൾ, ബലത്തിൻ്റെ ബലസ്വരൂപിണിയായിട്ടാണല്ലോ ദേവിയുള്ളത്. നമ്മൾ ഭഗവതിയെ മാനിക്കുന്നത് ബലസ്വരൂപിണിയായിട്ടാണ്, ശക്തി സ്വരൂപിണിയായിട്ടാണ്. എത്രയോ സന്ദർഭങ്ങളുണ്ട് ഈ അസുരശക്തികളെ, അതിഭീകരന്മാരായ അസുരന്മാരെ ദേവി സർവായുധങ്ങളോടും കൂടി വധിക്കുന്ന ഭാഗങ്ങൾ പുരാണങ്ങളിൽ നിറച്ചുണ്ട്. എത്ര കൈകളാ, ഓരോ കയ്യിലും എത്ര ആയുധ. രക്തബീജാസുരനൊക്കെ വധിക്കണത് എന്താ കഥ. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ദേവിയുടെ ആ ഒരു പ്രത്യേക ബലത്തിൽ ഒരു പ്രത്യേക പ്രേമമുള്ളത് വേറെ ഭാഗ. അത് ഒരായുധം ഇല്ലാത്തൊരു സന്ദർഭമുണ്ട്. മറുഭാഗത്ത് സകല ആയുധങ്ങളോടും കൂടി അസുരൻ നിൽക്കുകയാണ്. സകല ആയുധങ്ങളോടും കൂടി ദേവിയോട് എതിരിട്ട് ദേവിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് ദേവി ചിരിക്കുകയാണ്. ഒന്നുമില്ല, കയ്യിലാകെ കൂടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ്സിൽ എന്തോ ഒരു നാളെ ഒരാൾക്ക് അതെന്താ സ്വാമി എന്താ എടാ പോടാ, അതല്ല, അതെന്താന്നുള്ളതല്ല വേണ്ടത്. ആ ദേവി എന്താ കുടിക്കണമെന്നുള്ളതല്ല പ്രശ്നം, ദേവിയാണ് കുടിക്കണമെന്നുള്ളതാണ് വിഷയം. എടാ നിൽക്കവിടെ, തിരക്കാക്കല്ലേ, ഞാനിതൊന്ന് കുടിച്ചു കഴിയട്ടെ. നോക്കൂ, വല്ലാത്തൊരു, അതല്ലേ ധൈര്യത്തിൻ്റെ, അതല്ലേ ബലത്തിൻ്റെ അങ്ങ് അറ്റം. സർവ്വ ആയുധങ്ങളോടും കൂടി എതിരിടാൻ പ്രതിയോഗി നിൽക്കുന്ന സമയത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തിരക്ക് കൂട്ടല്ലേ, ഞാനിതൊന്ന് കുടിച്ചു കഴിയട്ടെ എന്ന് പറയുന്ന ഒരു ബലമുണ്ടല്ലോ, അതല്ലേ ഏറ്റവും വലിയ ബലം. എന്താ അഭിപ്രായം? അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യുക, അവൻ അടിച്ചു പൊട്ടിച്ചു, അതല്ല, അതിന് ക്രമമുണ്ട്.
വലിയൊരു ബലം സന്യാസിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബലം കാണിച്ചു പെട്ടെന്ന് പറയാൻ തോന്നുന്നൊരു രംഗം. വിവേകാനന്ദ സ്വാമികൾ പരിവ്രജന കാലമാണ്. അപ്പം നടക്കും, ചിലപ്പം തീവണ്ടിക്കാവും, ചിലപ്പോൾ കാളവണ്ടിക്കാവും, ചിലപ്പോൾ കുതിരവണ്ടിക്കാവും, ചിലപ്പോൾ നടക്കുകയാവും. ഒരു സാഹചര്യം എന്താ വന്നു ചേർന്ന് അത് സ്വീകരിക്കും. അങ്ങനെയാണ് സ്വാമിജിയുടെ പരിവ്രജനം. ഈ പറയുന്ന സന്ദർഭത്തിൽ സ്വാമിജി തീവണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തെ സീറ്റിലിരുന്ന 2 സായിപ്പന്മാർ സ്വാമിജിയെക്കുറിച്ച് പറയുകയാണ്. ഓ, തടിമാടൻ, വളരെ ചെറുപ്പാണ്, യവനൊക്കെ അധ്വാനിച്ച് ജീവിച്ചൂടെ, ചൂഷണം ചെയ്യാൻ നടക്കുന്നു, പോട്ടൻ, ഭ്രാന്തൻ, അത് ഇത് എന്നൊക്കെയാണ്. സ്വാമിജിയുടെ സ്വതസിദ്ധമായ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നുമില്ല. അത് കഴിഞ്ഞ് ട്രെയിൻ 2 സ്റ്റേഷൻ എത്തുന്നവരെ ഇവരിങ്ങനെ പറയുകയാണ്, ഗൗനിച്ചേ ഇല്ല. അത് കഴിഞ്ഞ് സ്വാമിജി ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ പുറത്തോട്ട് ഉച്ചത്തിൽ വിളിച്ച് എന്തോന്ന് ചോദിച്ചു, അന്വേഷിച്ചു. അപ്പോഴാണ് ഇവർ ഞെട്ടുന്നത്. സ്വാമിക്ക് തങ്ങളെക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയും. വിചാരിച്ച ഇംഗ്ലീഷ് അറിയില്ല എന്നാ. സന്യാസിയാണെന്ന് എങ്ങനെ ഇംഗ്ലീഷ് അറിയാനാ? ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പോൾ അവർ രണ്ടാളും മാപ്പ് പറയുകയാണ്, ഞങ്ങൾ അറിഞ്ഞില്ല. സ്വാമി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ വിഡ്ഢികളെ കാണുന്നത് ആദ്യമല്ല, വേറെ ഒന്നുമില്ല. ഇടിക്കാൻ പോയില്ല, തെറി പറയാൻ പോയില്ല, ഒന്നുമില്ല. ഞാൻ വിഡ്ഢികളെ കാണുന്ന ആദ്യമല്ല. എന്തൊരു ബലം അത്! ചാട്ടവാറെടുത്ത് അടിച്ചാത്ര ബലം ഉണ്ടാവുക? ഉണ്ടാവില്ല. ചിന്തിക്കുക. അപ്പം എന്ത്, നമുക്ക് സാധാരണ എപ്പോഴും ബലം വേണം. ബലം നിർബന്ധം, ദുർബലരാവരുത്. അത് ശ്രദ്ധിക്കുക. ഒരിക്കലും ദുർബലരാവരുത്. പാകത്തിന് ചാപ്പാട് കഴിക്കുക, പാകത്തിന് വ്യായാമം, എല്ലാ കരണങ്ങളും ബലമുള്ളതാവണം. അത് ശ്രദ്ധിക്കുക. ഇന്ദ്രിയാണി ച സർവാണി, സർവ ഇന്ദ്രിയങ്ങളും ബലയുക്തങ്ങളാവണം. എല്ലാ ഇന്ദ്രിയങ്ങളും ബലമുള്ളതാവണം, എന്നാലേ പറ്റൂ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എല്ലാം പരിപാലിക്കപ്പെടണം. എന്നിട്ട് ഇത്രയും പ്രാർത്ഥിച്ച ശേഷം സർവവേദസാരം എന്ന് പറയാവുന്ന ഉപനിഷത്തുക്കളുടെ മുഴുവൻ താത്പര്യം എന്ന് പറയാവുന്നൊരു വാക്യമാണ് അടുത്തത്. സർവം ബ്രഹ്മോപനിഷദം. ഒറ്റ വാക്ക് മതി വേദാന്ത സാരം എന്ന് പറയാം. സർവം ബ്രഹ്മ പോരാ, ഔപനിഷദം, എല്ലാം ബ്രഹ്മമാകുന്നു. സർവം ഖല്വിദം ബ്രഹ്മ, ഇതെല്ലാം നിശ്ചയമായും ബ്രഹ്മമാണ്. സർവം ഹേതത് ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാണ്. എന്തുണ്ടോ അതെല്ലാം ഉണ്മയാണ്. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ബ്രഹ്മാവുണ്ട്, കൃമിയുണ്ട്, കീടമുണ്ടെന്ന് പറയുന്നിടത്ത് മുഴുവൻ അനുസ്യൂതമായിരിക്കുന്നത് ഉണ്ടെന്നുള്ള ഉണ്മയാണ്. ആ ഉണ്മയാലാണ് എല്ലാം ഉള്ളതാക്കപ്പെട്ടിട്ടുള്ളത്. ചിന്തിക്കുക. ഇപ്പൊ സർവം ബ്രഹ്മ, ഈ സർവം എന്ന് പറയുമ്പോൾ എന്തെല്ലാം പെടും? ആവിർഭൂതമായ എല്ലാം, പ്രകടിതമായ എല്ലാം. അവിടെ ജീവനുള്ളത്, ജഡമായിരിക്കുന്നത്, ചലിക്കുന്നത്, ചലിക്കാത്തത് എന്നൊന്നും വ്യത്യാസം പറയണ്ട. എന്തെന്തുണ്ടെന്ന് വ്യവഹരിക്കപ്പെടുന്നുണ്ടോ എല്ലാം, സമസ്ത ലോകങ്ങളും സമസ്ത ലോകികളും. സർവം ബ്രഹ്മ, എല്ലാം ആത്യന്തികമായ ഒരു സത്യമാണ്. ഒരു സത്യത്തിൻ്റെ ആവിഷ്കാരമാണിത് മുഴുവൻ, ഈശ്വരനും ജഗത്തും ജീവനും എല്ലാം. ഇതാണ് അദ്വൈതം. ചിലർ മനസ്സിലാക്കിയിട്ടുള്ളത് ഈശ്വരൻ ഏകനാണെന്ന് പറയുന്നതാണ് അദ്വൈതം എന്നാണ്. ദൈവം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നാണെന്ന് പറയുന്നതാണ് അദ്വൈതം എന്നാണ്. ഒരിക്കലുമല്ല. ദൈവം ഒന്നെന്ന് പറയുന്നതും അദ്വൈതമായിട്ടൊരു ബന്ധവുമില്ല.
മറിച്ച് ഈശ്വരൻ, ജീവൻ, ജഗത്ത് എന്ന് മനുഷ്യൻ്റെ അന്വേഷണത്തിന് വിഷയമായ സകലവും സ്വരൂപതയാ ഏകമാണ്, അദ്വിതീയമാണ്. സർവം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, എല്ലാം ബ്രഹ്മമാണെന്ന് വെറുതെ തത്ത പറയണത് പോലെ പറഞ്ഞ് പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. പിന്നെ അതിനെ പ്രമാണത്തിലൂടെ അറിയണം. ബ്രഹ്മവിഷയത്തിൽ ഏക പ്രമാണമേ ഉള്ളൂ, അത് ഉപനിഷത്താണ്. ഇപ്പോൾ ഉപനിഷത്തിനാൽ പറയപ്പെടുന്നതാണ് ഔപനിഷദം. ഉപനിഷത്തിനാൽ പ്രതിപാദിക്കപ്പെടുന്നതാണ് ഔപനിഷദം. സർവം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ്. എങ്ങനെയുള്ള ബ്രഹ്മം? ഔപനിഷദമായ ബ്രഹ്മം, ഉപനിഷത്ത് പ്രതിപാദിതമായ ബ്രഹ്മം. പ്രമാണജനിതമായ ജ്ഞാനം മാത്രമേ ജ്ഞാനമാവൂ. പ്രമാണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ജ്ഞാനത്തെ നേടുന്നതിനുള്ള കരണമാണ് പ്രമാണം. യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിഷേധിക്കപ്പെടാത്ത ജ്ഞാനമാണ്. മറ്റ് പ്രമാണങ്ങളാൽ നിഷേധിക്കപ്പെടാത്ത പ്രമേയാണ് യഥാർത്ഥമായ ജ്ഞാനം. മറ്റ് പ്രമാണങ്ങളാൽ നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അത്? ഒരു ഉദാഹരണം പറയാം, അപ്പോൾ വ്യക്തമാവും. ദൂരെ ഒരു മരം ഒന്നാകെ ഇളകുന്നു. ഇവിടെ നിന്ന് നോക്കി അത് കണ്ട ഞാൻ അനുമാനിച്ചു അവിടെ കാറ്റുണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അവിടെ മരം ഇളകുന്നുണ്ട്. ഇതിനു മുമ്പ് കാറ്റുള്ളിടത്ത് മരം ഇളകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ മരം ഇളകുന്നുണ്ട്, അതുകൊണ്ട് അവിടെ കാറ്റുണ്ടായിരിക്കണം. അനുമാന പ്രക്രിയ വളരെ ശരിയാ, ഒരു തെറ്റുമില്ല. ശരി, അപ്പം ഞാൻ വിചാരിച്ചു കേട്ടോ അവിടെ കാറ്റുണ്ട്. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ കാറ്റുമില്ല, ഒന്നുമില്ല. പിന്നെന്താ? ആ മരത്തിൻ്റെ ഉള്ളിൽ ഒരു കുരങ്ങനിരുന്ന് കുലുക്കുകയാണ്. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ആ കുരങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എൻ്റെ അനുമാനം കൊണ്ട് നേരത്തെ ഞാൻ നേടിയ അറിവ് തെറ്റാണെന്ന് ഇപ്പോൾ മറ്റൊരു പ്രമാണം കൊണ്ട് മനസ്സിലാക്കി. ഏത് പ്രമാണം കൊണ്ട്? പ്രത്യക്ഷ പ്രമാണം കൊണ്ട്. അപ്പം നേരത്തെ അനുമിതി, അതായത് അനുമാനജന്യമായ ജ്ഞാനം ഇപ്പോൾ പ്രത്യക്ഷം കൊണ്ട് നിരാകരിച്ചു. അപ്പം നേരത്തത് ജ്ഞാനമായിരുന്നോ? അല്ലയോ? അല്ലായിരുന്നു. അത് യഥാർത്ഥ ജ്ഞാനമല്ല. ജ്ഞാനമാണ്, യഥാർത്ഥ ജ്ഞാനമല്ല. അപ്പം അവിടെ മറ്റ് പ്രമാണത്താൽ നിഷേധിക്കപ്പെട്ടാൽ ജ്ഞാനം പ്രമേയാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രമേയ ജനിപ്പിക്കുന്നതാണ് പ്രമാണം. ബ്രഹ്മവിഷയത്തിൽ ഏകപ്രമാണം ഉപനിഷത്താണ്, വേദാന്തമാണ്. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ആഗമം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ ഔപനിഷദം എന്ന് പറഞ്ഞത്. ഇത് വിശദീകരിക്കണമെങ്കിൽ ദിവസങ്ങളോളം വേണ്ടി വരും. സാമാന്യം ഇത്ര പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം സർവം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ്. എന്ത് ബ്രഹ്മം? ഔപനിഷദം ബ്രഹ്മം. ഉപനിഷത്ത് പ്രതിപാദിതമായ ബ്രഹ്മമാണെല്ലാം. ഇതാണ് സർവ്വ ഉപനിഷത്തുക്കളുടെ സാരം. അവിടെ നീയെന്നോ ഞാനെന്നോ ഭേദമില്ല. അവിടെ ഉയർന്നവനെന്നോ താണവനെന്നോ ഇല്ല. അവിടെ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലവും ഏകമാണ്, അദ്വിതീയമാണ്. ഇതാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഏകത്വ ദർശനം. സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലോ സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലോ ഉള്ള ഏകതയല്ല, മറിച്ച് സ്വരൂപത്തിലുള്ള ഏകത. എല്ലാം സ്വരൂപതയ ഏകമാണ്. സർവം ബ്രഹ്മ ഔപനിഷദം. ഈ 1800കളുടെ ഒടുവിൽ എന്ന് പറയാൻ വയ്യ. അതായത് ഈ
ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നുള്ള കാലഘട്ടമാണ്. 1857 ശേഷമുള്ള കാലഘട്ടം. അപ്പോൾ ഹിന്ദു മുസ്ലിം സമൂഹങ്ങളെ തമ്മിൽ അടുപ്പിക്കേണ്ടത് നിർബന്ധമാണ് ബ്രിട്ടീഷുകാർക്ക്. തമ്മിലടുപ്പിച്ചേ മതിയാവും. അപ്പോൾ പല സ്ഥലങ്ങളിലും അത്തരം വർഗീയ കലാപങ്ങളെ പൊട്ടിപ്പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു സന്യാസി ശ്രേഷ്ഠൻ ഇങ്ങനെ മീററ്റിനടുത്തൊരു സ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു. ഇതിൻ്റെ ശിഷ്യന്മാർ ഓടിപ്പോയി അക്രമികളെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിക്കൊണ്ടുവന്നു. സ്വാമിയുടെ കാൽക്കൽ വെച്ച്, സ്വാമി ഇദ്ദേഹമാണ് നിങ്ങളെ ആക്രമിച്ചത്. ആക്രമിച്ച ആളും പിടിച്ചു കൊണ്ടുവന്ന ആളും ഒന്ന് തന്നെ. പിന്നെന്ത് ചെയ്യാണ്? ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. ഗുരുനാഥൻ ഇത്രയും കാലം ഉപദേശിച്ചതിനേക്കാളൊക്കെ വലിയ ഉപദേശം കിട്ടി. ശിഷ്യന്മാരും കൃതാർത്ഥരായി. ആരാണോ അടിച്ചത് അയാളെ കെട്ടിക്കൊണ്ടുവന്നാര്? അയാൾ ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരു ഭേദവും ഇല്ല. സർവ ഔപനിഷദം ബ്രഹ്മ, എല്ലാം ഉപനിഷത്ത് പ്രതിപാദിതമായ ബ്രഹ്മമാകുന്നു. ഇതാണ് വേദാന്തത്തിൻ്റെ പരമവാക്യം. സർവം ബ്രഹ്മ ഔപനിഷദം. ഉപനിഷത്ത് പ്രതിപാദിതമായ പ്രമാണജനിതമായ ബ്രഹ്മമിതാണ്. സർവം, എല്ലാം. സർവം ഖലു ഇദം ബ്രഹ്മ. ഇത്രയും പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയാണ് അടുത്തത്. മാഹം ബ്രഹ്മ നിരാകുര്യാം. അഹം ബ്രഹ്മ മാ നിരാകുര്യാം. ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കരുതേ. ഞാൻ പരമസത്യത്തെ ഒരിക്കലും നിരാകരിക്കരുതേ, നിരാകരിക്കാൻ ഇടയാവരുതേ. നീ എങ്ങനെയാ പരമസത്യത്തെ നിരാകരിച്ചോ? നീ നിരാകരിച്ചാലും നിരാകരിച്ചില്ലെങ്കിലും അതവിടെ ഇല്ലേ? ശരി, പരമസത്യത്തിന് ഹാനിയില്ല, ഒട്ട് വൃദ്ധിയുമില്ല, സമ്മതിച്ചു. എപ്പോഴും ശോഭിക്കുന്ന സത്യമാണ്. പക്ഷെ മനുഷ്യനെന്ന രീതിയിൽ ഞാൻ നിരാകരിക്കാനിട വരരുതേ. ഞാൻ പരമമായ സത്യത്തെ, സത്യസ്വരൂപനെ നിരാകരിക്കാനിട വരരുതേ. എൻ്റെ ഊണിലും ഇരിപ്പിലും കിടപ്പിലും നടപ്പിലും ജീവിതത്തിൽ എപ്പോഴും ആ പരമസത്യഭാവനയോടുകൂടി ജീവിക്കാനിടയാവണേ. ഒരിക്കലും നിരാകരിച്ചു പോവരുതേ. സത്യത്തെ നിരാകരിക്കരുത്. ചിലരൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറവാണ്, മുമ്പൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ആത്മാവെന്നൊന്നില്ല, ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരുമില്ല, മരുന്നിന് മാത്രം പോലും ഇല്ല. ആത്മാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളത്. അപ്പം ആത്മാവില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളതില്ല. ഉള്ളത് എങ്ങനെയുടെ ഇല്ല എന്ന് പറയുക? ഉള്ളതേ ഉള്ളൂ. ചിന്തിക്കുക. അറിയാതെ നിരാകരിച്ചു പോകും, അറിയാതെ. അതുപോലെ ആദരിക്കേണ്ടതിനെ ആദരിക്കാതിരുന്നാലും, ആദരിക്കേണ്ടതിനെ നിന്ദിച്ചാലും നിരാകരിക്കല. നിരാകരിക്കുന്നത് ഹിംസയാ, അല്ലേ? എന്താ അഭിപ്രായം? അച്ഛനെ നമ്മൾ നിരാകരിച്ചു വെച്ചാൽ അച്ഛനെ ഹിംസിച്ചില്ലേ? എന്താ അഭിപ്രായം? അതെ. തള്ളി പറഞ്ഞാൽ ഹിംസിച്ചു. ആത്മഹനോജനാഹ എന്നൊരു
ഒരു പദം ഈശാവാസ്യ ഉപനിഷത്തിലുണ്ട്. ആത്മഹനന്മാരായ ജനങ്ങൾ, തന്നെ കൊല്ലുന്നവരെന്ന്. തന്നെ സ്വയം കൊല്ലുന്നവർ. ആരാ തന്നെ കൊല്ലുന്നവർ? അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരും, വിദ്യമാനസ്യ ആത്മനഃ തിരസ്കരണാത് അവിദ്വാംസഃ ആത്മഹനാഃ ഉച്യന്തേ. എപ്പോഴും പ്രശോഭിക്കുന്ന സ്വരൂപത്തെ നിഷേധിക്കുന്നതുകൊണ്ട്, നിരാകരിക്കുന്നതുകൊണ്ട് അജ്ഞാനികൾ ആത്മഹനന്മാരാണ്. ഒരാള് നമ്മളെപ്പോഴും ഓർമ്മിക്കുന്നതാണ് ഈ സംഭവം. അവർ പലപ്പോഴും 1000 പ്രാവശ്യം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, കേട്ടുമടുത്തിട്ടും ഉണ്ടാവും ജനങ്ങൾ. 10ാം ക്ലാസ് പാസ്സായി ഒരാൾ, അന്ന് പ്രീ ഡിഗ്രിയാ. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് ചേരണം, കോളേജിൽ പോവുകയാണ്. അപ്പോൾ ചേരാൻ വേണ്ടി പോണ സമയത്ത് അച്ഛനെ കൂടെ കൊണ്ടുപോകണം. അപ്പം അച്ഛന് എന്താ, ഒരു തോർത്തുമുണ്ടേ ഉടുക്കുള്ളൂ, അത് തന്നെ മുഷിഞ്ഞിട്ട്. വല്ലാതെ ദൂരേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു തോർത്തുമുണ്ട് ജോളിടുന്നല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഈ മരം ലോറി കയറ്റുന്ന പണിയാണ്. ഈ മരത്തിൻ്റെ പണിയാകുമ്പോൾ ഒരു മണം ഉണ്ടാവും ദേഹത്തിന്, ഒരു ദുർഗന്ധം എന്ന് പറയാവുന്ന മണം ഉണ്ടാവും. അത് സുഗന്ധമാണെന്ന് മനസ്സിലാക്കിയാലോ അത് സുഗന്ധമാവും, ഇല്ലേ? ശരിയോ തെറ്റോ? സുഗന്ധവും ദുർഗന്ധവും ആപേക്ഷികല്ലേ? അതെ. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ മകൻ എന്ത് ചെയ്തു എന്നറിയോ? മകൻ നാട്ടിലൊരു സുമുഖനായിട്ടൊരാൾക്കൊരു പൈസയൊക്കെ കൊടുത്ത് ചായയൊക്കെ മേടിച്ചു കൊടുത്ത് അയാളെ കൊണ്ടുപോയി കോളേജിൽ. ഇത് കഥയാന്ന് വിചാരിക്കരുത്, ഉണ്ടായ സംഭവമാണ്. അയാളെ കോളേജിൽ കൂട്ടിക്കൊണ്ടുപോയി അച്ഛനാന്നുള്ള സ്ഥാനത്ത് അയാളെ കാണിച്ചു കൊടുത്തു. സംഗതി അഡ്മിഷൻ കിട്ടി, കോളേജിൽ അഡ്മിഷൻ കിട്ടി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ഈ വർത്തമാനം അറിഞ്ഞു. അപ്പോൾ അച്ഛൻ സ്കൂളിൽ ഒരു ക്ലാസ്സിലും പോയിട്ടില്ല കേട്ടോ, അതും മനസ്സിലാക്കണം. സ്കൂളിൽ പഠിച്ചിട്ടേ ഇല്ല അച്ഛൻ, ഒരു ക്ലാസ്സിൽ പോലും പോയിട്ടില്ല. അപ്പം മകൻ 10ാം ക്ലാസ് പാസ്സാവുക അക്കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. കോളേജിൽ അഡ്മിഷൻ കിട്ടി പറഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം അച്ഛന്. ഈ ലോറിയിൽ മരം കയറ്റി കിട്ടുന്ന ചില്ലാനം കൊണ്ടാണ് വലിയ കുടുംബം പോറ്റണത്, മകനെ പഠിപ്പിക്കണത്. അത് മനസ്സിലാക്കുക. ഏതായാലും 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ അറിഞ്ഞു ഇങ്ങനെ ഒരു പ്രയോഗം മകൻ ചെയ്തിട്ടുണ്ടെന്ന്. അച്ഛൻ ഒന്ന് മാത്രമേ പറഞ്ഞു, വഴക്കൊന്നും പറഞ്ഞില്ല. അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, അവൻ എന്നെ കൊന്നു. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അവൻ എന്നെ കൊന്നു. പക്ഷെ ആ വാക്ക് എത്ര വലിയ വാക്കാത് ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ആ മകനോട് വഴക്കൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഈ ഒറ്റ വാക്ക്, അവൻ എന്നെ കൊന്നു. ഇതാണ് വിദ്യമാനസ്യ ആത്മനഃ തിരസ്കരണാത് ആത്മഹനഃ. അപ്പം എപ്പോഴും പ്രകാശിക്കുന്ന ഉണ്മയെ നിഷേധിക്കുമ്പോൾ നമ്മളതിനെ ഹിംസിച്ചു. അങ്ങനെ ഞാൻ ആവരുതേ, ഒരിക്കലും സത്യത്തെ നിഷേധിക്കുന്നവൻ ആവരുതേ ഞാൻ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മാ ബ്രഹ്മ നിരാകരോത്. മാ എന്നെ, ബ്രഹ്മ ബ്രഹ്മം പരമസത്യം, മാ നിരാകരോത് നിരാകരിക്കരുതേ. ഞാൻ പരമസത്യത്തെ നിരാകരിക്കരുത്, പരമസത്യം എന്നെ നിരാകരിക്കരുത്. എപ്പോഴും എനിക്ക് പ്രകാശിക്കണം. ഈ സത്യം നമ്മളിൽ പ്രകാശിക്കാനും വേണമല്ലോ അതിൻ്റെതായ ഒരു ഈശ്വര കൃപ, ഒരു ഗുരുകൃപ, ആത്മകൃപ. അത് വേണം. ഒരിക്കലും നിരാകരിക്കരുത്, ഒരിക്കലും. കുറേ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. തോന്നേണ്ട സമയത്ത് തോന്നണം. അപ്പോൾ തോന്നേർന്നു കേട്ടോന്ന് ഇപ്പം പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ആ സത്യം എപ്പോഴും എനിക്ക് പ്രകടമാകണം, എപ്പോഴും എന്നിൽ പ്രകാശിക്കണം. മാ ബ്രഹ്മ നിരാകരോത്. ആ ബ്രഹ്മം എന്നെ നിരാകരിക്കരുതേ. ആ നിരാകരണമസ്തു. ആ നിരാകരണം സംഭവിക്കട്ടെ. ആ നിരാകരണം നിരാകരണമില്ലായ്മ
സംഭവിക്കട്ടെ. അനിരാകരണം മേസ്തു, എനിക്ക് അനിരാകരണം ഉണ്ടാവട്ടെ. ചൽ ഞാൻ അങ്ങോട്ട് നിരാകരിക്കരുത്, അതിങ്ങോട്ടും നിരാകരിക്കരുത്. എന്തൊരു നല്ലൊരു സങ്കല്പം എന്ന് ആലോചിച്ച് നോക്കൂ. തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു, തേ മയി സന്തു. ആത്മനി നിരതേ മയി, ആത്മാവിൽ നിരതനായിരിക്കുന്ന എന്നിൽ. എന്നിൽ നിന്ന് വെറുതെ അങ്ങ് പറഞ്ഞിരിക്കുകയല്ല, സദാ ആത്മാവിൽ നിരതനായിരിക്കുന്ന എന്നിൽ, ആത്മവിചാരത്തിൽ കഴിയുന്നവനായ എന്നിൽ, സത്യത്തെക്കുറിച്ചുള്ള വിചാരത്തിൽ കഴിയുന്നവനായ എന്നിൽ എന്ത് വേണം? ഉപനിഷത്ത് പ്രതിപാദിതങ്ങളായ ധർമ്മങ്ങൾ എന്നിൽ പ്രകാശിക്കണം, എന്നിൽ ഉണ്ടാവണം. ചിന്തിക്കുക. ആത്മനി നിരതേ മയി യേ ഉപനിഷത്സു ധർമാഃ തേ സന്തു. ആത്മാവിൽ നിരതനായിരിക്കുന്ന, സത്യത്തിൽ നിരതനായിരിക്കുന്ന, ഒരിക്കലും സത്യത്തെ നിഷേധിക്കാത്തവനായ എന്നിൽ. അപ്പം ഇത് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ആവണേ, എന്നാലേ ഇത് പ്രാർത്ഥിക്കാൻ പറ്റൂ, ഇല്ലേ? അല്ലെങ്കിൽ ഇത് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എപ്പോഴും പരമമായ സത്യത്തിൽ നിരതനായിരിക്കുന്ന, വിചാരം ചെയ്യുന്ന എന്നിൽ ഉപനിഷത്തിൽ പ്രതിപാദിക്കപ്പെട്ട ധർമ്മങ്ങൾ ഏതൊക്കെയാ? ഉപനിഷത്തിൽ പ്രതിപാദിക്കപ്പെട്ട ധർമ്മങ്ങൾ: ആത്മബോധം, മുക്തി, ആത്മബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സാധനാസമ്പത്തി, ഇങ്ങനെ പറയാം. അപ്പോൾ ഉപനിഷത്തിലുള്ള മഹിമാന്വിതങ്ങളായ ധർമ്മങ്ങളൊക്കെ എന്നിലുണ്ടാവണേ. എങ്ങനെയുള്ള എന്നിൽ? അതിനുള്ള യോഗ്യത ഞാൻ നേടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുരുനാഥ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഭഗവാനെ, ദൈവമേ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അനുഗ്രഹിക്കാനുള്ള യോഗ്യത നമ്മൾ നേടണം. ഇപ്പോൾ ഒരാളെ നമ്മൾ ക്ഷണിച്ച് വീട്ടിലേക്ക് വിട്ടുക പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടുക, അവിടെ അദ്ദേഹത്തിന് ഇരിക്കാനുള്ളൊരു സ്ഥലവും കൊടുക്കണില്ല, ആകെ അലങ്കോലപ്പെട്ട് വൃത്തികേടായി കിടക്കുക വെച്ചാൽ അയാൾ ശരി ഞാൻ പോയി വരട്ടെ പറഞ്ഞിട്ട് പോകും, ഇല്ലേ? അതുപോലെ ഉപനിഷത്ത് വന്ന് നമ്മളെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ അതിനു വേണ്ട യോഗ്യത നമ്മുടെ ഉള്ളിൽ വരുത്തണം. മനസ്സിനെ ശുദ്ധീകരിക്കണം. അപ്പോൾ വേദാന്തത്തിൽ നിരതനായിരിക്കുന്ന, ആത്മസത്യത്തിൽ നിരതനായിരിക്കുന്ന എന്നിൽ ഉപനിഷത്ത് പ്രതിപാദിതങ്ങളായ ധർമ്മങ്ങൾ ഉണ്ടാവണേ. തേ മയി സന്തു, അവ എന്നിൽ ഉണ്ടാവട്ടെ. വീര്യം, ബലം, ഓജസ്, തേജസ് എല്ലാം എൻ്റെ ഉള്ളിൽ വേണം. എന്നാലേ ഈ ഉപനിഷത്ത് പ്രകാശിക്കൂ. ഒന്നും കൂടി പ്രാർത്ഥിക്കുന്നു. തേമയി സന്തു, അവ എന്നിലുണ്ടാവട്ടെ. അവ എന്നിലുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് പ്രതിപാദിതങ്ങളായ ധർമ്മങ്ങൾ എന്നിലുണ്ടാവട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവവേദസാരമായ ഓംകാരത്തെ വീണ്ടും ഉച്ചരിച്ചു. എന്നിട്ട് വീണ്ടും അർത്ഥം പറയുന്നില്ല, നേരത്തെ പറഞ്ഞു. എന്നിട്ട് 3 പ്രാവശ്യം ശാന്തി ശബ്ദം പറയുന്നു. അപ്പം ദുഃഖങ്ങളും വിഘ്നങ്ങളൊക്കെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതി. അപ്പോഴത്തേക്ക് 1000 ദുഃഖം പറയാനുണ്ടാവും. എനിക്ക് ആ ദുഃഖം, ഈ ദുഃഖം, മറ്റേ ദുഃഖം, മറിച്ചേ ദുഃഖം എന്നും പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും അവയെ നമുക്കൊരു 3 വിഭാഗത്ത് പെടുത്താം. അതുപോലെ ഉപനിഷത്ത് പഠനത്തിന് ഇപ്പോൾ തടസ്സങ്ങൾ വരിക, തടസ്സം ഉണ്ടാവരുതെന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പം 3 തരത്തിൽ പെടുത്താം നമുക്ക് തടസ്സങ്ങളെ, വിഘ്നങ്ങളെ, ക്ലേശങ്ങളെ, ദുഃഖങ്ങളെ ഒക്കെ. ഇപ്പോൾ സത്യത്തിൽ 3 ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അവിടെ നിൽക്കട്ടെ, എന്നാലും 3 വിഭാഗത്തിൽ പെടുത്താം. ഒന്ന്, താൻ കാരണം തന്നിലുണ്ടാവുന്ന വിഘ്നങ്ങൾ, ദുഃഖങ്ങൾ. 2, മറ്റുള്ളവർ കാരണം തന്നിലുണ്ടാവുന്ന, തനിക്കുണ്ടാവുന്ന ദുഃഖങ്ങൾ.
നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ സംഭവിക്കുന്നത്. ദൈവഗത്യാ വരുന്നത്. ഇങ്ങനെ മൂന്നായി തിരിക്കാം. ആദ്യത്തത് ആധ്യാത്മികം, താൻ കാരണം തനിക്കുണ്ടാവുന്ന ദുഃഖം. അധികം അത് തന്നെയാവും ഇല്ലേ? നമ്മളെ ജീവിതത്തിലുള്ള ദുഃഖങ്ങൾ അധികം അങ്ങനെയാവില്ലേ? എന്താ അഭിപ്രായം? അതെ. ഒരാൾ ഉപനിഷത്ത് എങ്ങോട്ടാ പോണത്? ഞാൻ ഉപനിഷത്ത് കേൾക്കാൻ പോവാ. അപ്പം അതൊക്കെ നടന്നോളൂ, അല്ലാന്നേ തിരക്കുണ്ട്. വേഗം നടന്ന് വഴുക്കലിച്ച് വീണു, തല പൊട്ടി, കാല് പൊട്ടി, ആശുപത്രിയിലായി. എന്തായി? ഉപനിഷത്ത് കേൾക്കാൻ പറ്റുമോ? എന്താ അത്? വഴിക്ക് വീണതാ സ്വാമി. എന്താ ദുഃഖം? ആധ്യാത്മിക ദുഃഖം. താൻ കാരണം തനിക്കുണ്ടായതാണ്. വരുന്ന വഴിക്ക് ഒരു പട്ടി കടിച്ചു. എങ്ങോട്ടാ പോണത്? ഞാൻ ഉപനിഷത്ത് കേൾക്കാൻ പോവാ. എങ്ങോട്ട്? അദ്വൈതാശ്രമത്തിലേക്ക്. അപ്പോഴാ പട്ടി കടിക്കണത്. നീ അദ്വൈതാശ്രമത്തിൽ പോവോ അല്ല ആശുപത്രിയിൽ പോവോ? നേരെ ആശുപത്രിയിൽ പോവും. അപ്പോൾ അതെന്ത് ദുഃഖ? ആദി ഭൗതിക ദുഃഖമാണ്. ഇനി ആദി ദൈവിക ദുഃഖം, ദൈവഗത്യാ വരുന്നത്. എന്താ നിങ്ങൾ ക്ലാസ്സിന് വരാൻ പറഞ്ഞിട്ട്? പേമാരിയായിരുന്നു സ്വാമി, ബാല്യമഴ, വയ്യ. അല്ലെങ്കിൽ മഴയില്ല, ചുട്ടു പൊള്ളുക, തീരെ മഴയില്ല. അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, ഇങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ ആദ്യ ദൈവികമാണ് എന്ന് പറയാം. ഇതൊരു പൊതുവായ പറച്ചിൽ മാത്രം കേട്ടോ, അല്ലാണ്ട് അതിലപ്പുറമല്ല. അപ്പോൾ പട്ടി കടിച്ചു, ആദ്യ ഭൗതിക എന്ന് പറഞ്ഞു. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, പട്ടിയെ സൂക്ഷിക്കുക. അത് ശ്രദ്ധിക്കാതെയാ പോയി കടി വാങ്ങിയത്. അപ്പോൾ എന്താണ്? ആദ്യ ഭൗതികമാണോ ആധ്യാത്മികമാണോ? ആധ്യാത്മിക. ചില ആൾക്കാർ ചില സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ കൊടുങ്കാറ്റുണ്ടാവുക, ഉരുൾപൊട്ടലുണ്ടാവുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സത്യമാണോ അസത്യമാണോ എന്നൊന്നും അറിയില്ല. അപ്പം അത് ആദ്യ ദൈവികമാവില്ല. അപ്പം എന്താവും? ആദ്യ ഭൗതികമാവും. ആ ഒരു ഭൂതം അവിടെ ചെന്നപ്പോഴാണത് ഉണ്ടാവുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ട്, അറിയില്ല. നമുക്ക് അറിയാത്ത വിഷയമാവും പറയാൻ കഴിയും. അല്ലെങ്കിൽ വേണ്ടില്ല, ഉരുൾപൊട്ടലുണ്ടായി, വീടൊക്കെ ഒലിച്ചു പോയി, ദുഃഖമായി. അവിടെ കെട്ടിട നിർമ്മാണത്തിന് അപേക്ഷിക്കുമ്പോൾ തന്നെ പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉണ്ടാക്കരുത്, ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലമാണ്, പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പോഴോ അത് ആധ്യാത്മിക, അത് ദൈവിക എന്ന് പറയാൻ പാടില്ല. കാരണം അന്നേ പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ വീട് ഉണ്ടാക്കരുത്, ഉരുൾപൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാരണം എന്തെന്ന് അന്വേഷിച്ചിട്ട് വേണം ആധ്യാത്മികമാണോ ആദി ഭൗതികമാണോ ആദി ദൈവികമാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഏതായാലും 3 വിഭാഗത്തിൽ നമുക്ക് പെടുത്താം. ഈ 3 വിഭാഗത്തിൽപ്പെട്ട ദുഃഖങ്ങളും ക്ലേശങ്ങളും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് 3 പ്രാവശ്യം ശാന്തി ശാന്തി ശാന്തി. ഇതിനാണ് 3 പ്രാവശ്യം. ഇങ്ങനെ ശാന്തി മന്ത്രം ചൊല്ലിയിട്ടാണ് ഉപനിഷത്ത് പഠനം ആരംഭിക്കുന്നത്. അപ്പം നമുക്കൊന്ന് അത് ചൊല്ലാം. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോദ നിരാകരണമസ്ത്വ നിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ 3 പ്രാവശ്യം ശാന്തി ചൊല്ലുമ്പോൾ ഒന്നുകിൽ നമുക്കത് മുറിച്ച് ചൊല്ലാം, നമ്മുടെ ഇഷ്ടം. അങ്ങനെയാവുമ്പോൾ ശാന്തി 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 എന്ന് ചൊല്ലണം. ഇനി മുറിക്കുന്നില്ല, സന്ധി ചേർത്തിട്ടാണെങ്കിൽ രണ്ടാമത്തെ ശാന്തി ശബ്ദത്തിൻ്റെ ശകാരം ഒന്നാമത്തെ വിസർഗത്തോട് ചേർന്ന് 2 ശകാരമാവും. മൂന്നാമത്തെ ശാന്തി ശബ്ദത്തിൻ്റെ ശകാരം രണ്ടാമത്തെ വിസർഗത്തോട് ചേർന്ന് ശകാരമാവും. അപ്പം എങ്ങനെ വരും? ഓം ശാന്തി 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 എന്ന് വരും.
അങ്ങനെ 3 വിധ വിഘ്നങ്ങളും ഇല്ലാതെ നമുക്ക് കേനോപനിഷത്ത് വാക്യഭാഷ്യം തീർക്കാൻ സാധിക്കട്ടെ. ഇല്ലേ? അതാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു, 7 ദിവസം ഇവിടെ താമസിക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കാണ് അവിടുന്ന് വേറെ പ്രശ്നമുണ്ടായി, ഇവിടെ വേറെ പ്രശ്നമുണ്ടായി. ഉടനെ വരണം. എന്താണ്? വീട്ടിൽ കേസുണ്ട്, ആണ്ട് പോകണം. അല്ലെങ്കിൽ എന്താണ്, പത്നിക്ക് വയ്യ, പതിക്ക് വയ്യ, അങ്ങനെയൊക്കെ വരാമല്ലോ. അതെ, ഒരു വിഘ്നം ഉണ്ടാവരുത്. വിഘ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പഠനം മുടങ്ങി. എന്താണ്? ഒരു തടസ്സം ഉണ്ടാവരുതെന്നർത്ഥം. ഇവിടെ ശ്രദ്ധയോടെ കൂടി പഠിക്കാനിരിക്കുക, അപ്പോഴതിൻ്റെ ഉള്ളിൽ നിന്ന് മൊബൈൽ, കൃഷ്ണ നീ ബേഗനെ പാരോ, ഏതോ കൃഷ്ണ നീ ഇപ്പം ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് വരണ്ട, പുറത്ത്. അപ്പം എന്ത് വേണം? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, ഈ ഹാളിലേക്ക് വരുന്നതിന് മുമ്പ് അവനെ ബോധം കെടുത്തി വെക്കണം. മൊബൈൽ ഫോൺ നിർബന്ധമാണ്. സ്വാമി ബോധം കെടുത്തണ്ട, അവനൊന്ന് വിറച്ചോട്ടെ പറഞ്ഞാലോ പറ്റില്ല. കാരണം വിറയ്ക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോവും. എന്നിട്ട് യാതൊരു വിഘ്നവും ഇല്ലാത്ത വിധം അവിടെ ഇരിക്കാനുള്ള സാമർഥ്യം നമുക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിന് പകരം നമ്മൾ കുനിഞ്ഞ ഒരു പോക്കുണ്ട്, അപ്പുറത്ത് പോയി സംസാരിക്കും. അപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ടോ, എന്താ പറയണ പോയി എന്നുള്ളത് മാത്രമല്ല, അവരെന്താ പറയണമെന്നും കൂടി എനിക്കറിയണം. അതാണ്. അപ്പോൾ ഉപനിഷത്ത് പഠനം മുടങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ യവനെ ബോധം കെടുത്തണം. എന്നിട്ട് പിന്നെ പോയിട്ട് നമുക്ക് രണ്ടാമത് ബോധം തെളിയിക്കാം. അതാണ് നല്ലത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും ഒരുപോലെ സഹകരിച്ചാലേ പഠനം നടക്കും, അല്ലാണ്ട് നടക്കില്ല. അതെ, അടുത്തിരിക്കുന്ന ആൾ ഉറക്കം തൂങ്ങുന്നുണ്ട്. അപ്പോഴോ സ്വാമി അയാൾക്കല്ലേ, എനിക്കെന്ത് വേണം, അയാൾ ഉറങ്ങിക്കോട്ടെ പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അതൊന്നുമില്ല, ചെറുതായിട്ട്. സ്വാമി ബ്രഹ്മഹത്യാദോഷമാണ്. ബ്രഹ്മഹത്യാദോഷമാണ്, ശരിയാണ്. ഉറങ്ങുന്ന ഒരാളെ ഉണർത്തിയാൽ അത് നല്ലതല്ല, അത് ബ്രഹ്മഹത്യ. പക്ഷേ ഇത് വേദാന്തം കേൾക്കാനാണല്ലോ ഉണർത്തുന്നത്, ബ്രഹ്മതത്വം അറിയാനല്ലേ ഉണർത്തുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് ഭംഗിയായിട്ട് പോവാം. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ പാകത്തിന് കഴിക്കുക, അധികം കഴിക്കണ്ട. അധികം കഴിച്ചാൽ ഉച്ചയ്ക്ക് ശേഷം ഇരുന്ന് ഉറങ്ങും, അപ്പോൾ വേദാന്തം ഉണ്ടാവില്ല. രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങുക, ഇല്ലേ? വേഗം പോയിട്ട് ഉറങ്ങുക. അപ്പോൾ നാട്ടു വർത്താനം പറഞ്ഞിരുന്നാലോ പകലിരുന്ന് ഉറങ്ങും, ഒക്കെ വിഷമാണ്. അതുകൊണ്ട് എല്ലാ നിലയ്ക്കും ഈ ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ട് വേണം പഠിക്കാൻ. ശരിയല്ലേ? അതെ, അതാ. അങ്ങനെ നമുക്ക് ആരംഭിക്കാം. ശരി, 12:30 കഴിഞ്ഞു. ഇന്നത്തെ സമയവ്യവസ്ഥ കുറച്ച് തെറ്റി, സാരമില്ല. ഇന്നലെ ഞായറാഴ്ചയായിരുന്നല്ലോ ഗുരുപൂർണിമ. അപ്പോൾ വിദ്യാലയത്തിൽ ഗുരുപൂർണിമ സമാചരണം ഇന്നലെ ഉണ്ടായില്ല. അതുകൊണ്ട് അവിടെ പോകേണ്ടി വന്നതാണ്. അരമണിക്കൂർ കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ 1.5 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ തന്നെയായി. കാരണം അവിടെ നമ്മൾ ചെല്ലാത്തത് കൊണ്ട് ഒന്നും തുടങ്ങിയിരുന്നില്ല. നമ്മൾ വിചാരിച്ച് പ്രാർത്ഥനാ സഭയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഒന്നും ആയില്ല. പോയതിന് ശേഷമാണ് അതൊക്കെ ഉണ്ടായത്. അതാണ് വൈകിയത്. സാരമില്ല. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം എത്ര മണിക്ക്? 2 മണി. 2 മണിക്ക് ഒത്തുകൂടാം. എന്താ? ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കേനോപനിഷത്തിന് മാത്രമേ ശങ്കരാചാര്യസ്വാമികളുടെ പേരിൽ 2 ഭാഷ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇത് രണ്ടും ഒരാൾ തന്നെ എഴുതിയതാണോ? അല്ല എന്ന് വിദ്വാൻമാർ അഭിപ്രായപ്പെടുന്നുണ്ട്, ആണ് എന്ന് വിദ്വാൻമാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആ തർക്കത്തിലേക്ക് നമുക്ക് പോയിട്ട് പ്രയോജനമില്ല. രണ്ടും ശ്രേഷ്ഠമാണ്.
രണ്ടും വേദാന്ത സാരത്തെ ബോധിപ്പിക്കുന്നതാണ്. പിന്നെ ശങ്കരഭാഷ്യങ്ങൾക്ക് പ്രാചീനങ്ങളായുള്ള ആനന്ദഗിരി ടീക്ക, ആനന്ദഗിരി എഴുതിയ ടീക്ക രണ്ടിനുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആനന്ദഗിരിയുടെ കാലത്തിന് മുമ്പേ ഉണ്ടെന്ന് ഉറപ്പാണ്. അത്രയൊക്കെ നമുക്ക് പറയാനറിയുള്ളൂ. എല്ലാം ഉണ്ടാവും അല്ലേ? അത് ഭാഷ്യത്തിലൊക്കെ ഉണ്ടാവുമല്ലോ. പൂർവപക്ഷം, സിദ്ധാന്തം. അതിപ്പോൾ ചിദാനന്ദപുരസ്വാമിയോട് ചോദിച്ചൊരു കാര്യമില്ല. എന്താണ് കേനത്തിന് മാത്രം എഴുതാനൊരു കാരണം? അതറിയില്ല. വളരെ ഋജുവായ ശൈലിയിലുള്ളൊരു ഉപനിഷത്താണിത്. ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത വിഷയത്തെ വളരെ ഋജുവായി സമീപിക്കുന്ന ഒരു ഉപനിഷത്താണ്. ഇപ്പോൾ ശങ്കരാചാര്യർക്ക് ഒരു പ്രത്യേക സ്നേഹം ഇതിനോടുണ്ടാവാം. അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക? അതിപ്പോൾ എന്താ എല്ലാത്തിനും സുരേശ്വരാചാര്യർ വാർത്തക എഴുതാഞ്ഞത്? ഇതിനെ എഴുതിയിട്ടുള്ളൂ. ഇതിന് തൈത്തിരീയ ഉപനിഷത്തിനും അതുപോലെ ബൃഹദാരണ്യക ഉപനിഷത്തിനും ആണ് സുരേശ്വരാചാര്യർ വാർത്തക എഴുതിയത്. പക്ഷെ അതുകൊണ്ട് തന്നെ വാർത്തികക്കാരെന്നുള്ള പേര് വന്നു. അപ്പോൾ എന്താ വേറെ ഒന്നിനും എഴുതാഞ്ഞത്? അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യമുണ്ട്. അത്രേ എഴുതിയിട്ടുള്ളൂ. അഥവാ അത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ എഴുതിയിരുന്നോന്നറിയില്ല. ഇതേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത്രേ പറയാൻ പറ്റുള്ളൂ. വേറെ എഴുതിയിരുന്നോന്ന് തന്നെ നമുക്കറിയില്ല. ഉത്തമന്മാരായ ശിഷ്യന്മാർ അഥവാ അനുയായികൾ ഉണ്ടായത് കൊണ്ടല്ലേ നമുക്കിത് തന്നെ കിട്ടിയത്? ശങ്കരാചാര്യരുടെ കാലം എത്ര ശതകങ്ങൾക്ക് മുമ്പാ. എന്നിട്ട് നമുക്ക് ഇത്രയൊക്കെ കിട്ടിയില്ലേ? സമീപ കാലഘട്ടത്തിലെ പല മഹാപുരുഷന്മാരുടെ നമുക്കെല്ലാം കിട്ടി പറയാൻ പറ്റുമോ? ഇപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ, ചട്ടമ്പി സ്വാമി തിരുവടികളുടെ കൃതികളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെ എല്ലാ കൃതികളും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കിട്ടിയത് ഇതൊക്കെയാണെന്ന് പറയാന്നേ ഉള്ളൂ. കാരണം നിരന്തരമായ സഞ്ചാരവേളയിൽ എഴുതിയത് ഓരോ സ്ഥലത്ത് വെക്കും പോവും. ഇപ്പോൾ ഒരു വീട്ടിൽ ശാപ്പാട് കിടന്നുറങ്ങി, അവിടുന്ന് വല്ലതും എഴുതാൻ തോന്നി, എഴുതി കടലാസ് അവിടെ വെച്ചു, വീട്ടുകാരെടുത്ത് കൊടുത്തു. പിന്നെ അടുത്ത വീട്ടിൽ പോയി, അവിടെ ശാപ്പാട്, കുളി, കിടന്നുറക്കം. അങ്ങനെയാണ് ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ജീവിതക്രമം. കുറേ കിട്ടി, കൂടുതലും കിട്ടിയില്ല. എന്നിട്ട് ഭഗവാൻ ഭാഷ്യകാരൻ്റെ ഇത്രയൊക്കെ കിട്ടിയില്ലേ എന്നുള്ളൊരു അത്ഭുതമാണ് നമുക്ക് വേണ്ടത്. അതിനൊറ്റ കാരണം ഉത്തമന്മാരായ ശിഷ്യന്മാരുണ്ടായി എന്നുള്ളതാണ്. അവർ സൂക്ഷിച്ചു വെച്ചു. അല്ലാച്ചാൽ അടുപ്പിൽ തീ പിടിപ്പിക്കാനൊക്കെ കൊടുത്തുകൂടായിരുന്നോ? ഈ ഓലകൾ ഇല്ലേ? ഇത് സുഖമുണ്ട്, ഉണങ്ങിയ ഓലയായിരിക്കും. അതിൻ്റെ വില അറിയോ? അതിൻ്റെ വില അറിയുന്ന ആൾക്കല്ലേ അറിയുള്ളൂ. അല്ലാത്ത ആൾക്ക് അത് അടുപ്പ് തീ പിടിപ്പിച്ചൂടെ ഈ ഓല കൊണ്ട്? ഇല്ല. അപ്പോൾ ഉത്തമന്മാരായ ശിഷ്യരുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് അത് നിലനിന്നു. അതെല്ലാം അങ്ങനെ തന്നെ. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആകെ കൂടെ നമുക്ക് കിട്ടിയത് ശനി ഞായർ ദിവസങ്ങളിൽ പറഞ്ഞ മാത്രം. ബാക്കി 5 ദിവസത്തെ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ആ ദിവസങ്ങളിലാണ് മാസ്റ്റർ മഹാശയൻ അവിടെ പോവുക. അപ്പോൾ മാസ്റ്റർ മഹാശയൻ മഹേന്ദ്രനാഥ ഗുപ്തൻ ഇരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ കുറിച്ചെടുത്തു. അത് നമുക്ക് വലിയ നിധിയായി. അപ്പോൾ അതിൻ്റെ 5 എന്താ പറയേണ്ടത്, 2 ദിവസത്താണുള്ളത്. ബാക്കി 5 ദിവസത്തെ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ അവരൊക്കെ കേട്ടില്ലേ? അവർ കേട്ടു, സന്തോഷമായി, അവർ പോയി എന്നല്ലാണ്ട് ഭാവി തലമുറയ്ക്ക് കിട്ടിയില്ല. ഇതുപോലെയല്ലേ മഹാത്മാക്കളുടെ വാക്കുകളൊക്കെ
നമ്മൾ കുറിച്ചെടുക്കുമോ? ഇല്ല. അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, സന്തോഷമായി. എടാ, ആ സന്തോഷം മറ്റുള്ളവർക്കും കിട്ടട്ടെ, നീ കുറിച്ച് വെച്ചുകൂടെ നിനക്ക്? നല്ല നാളത്തേക്കാവും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആചാര്യസ്വാമി പറഞ്ഞതൊക്കെ കുറിച്ച് വെക്കാൻ ഉത്തമന്മാരുണ്ടായി, ശിഷ്യന്മാർ. അതുകൊണ്ട് നമുക്ക് ഭാഷ്യങ്ങൾ ഇത്രയൊക്കെ കിട്ടി. ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങളിൽ മറ്റുള്ളതിൻ്റെ ചില സൂചനകൾ നമുക്ക് കിട്ടുന്നത് അന്തരംഗ ശിഷ്യന്മാരുടെ ഗ്രന്ഥങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ കൂടെയാണ്. അവർ ചിലപ്പോൾ ഉദ്ധരിക്കും, ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പഠിപ്പിച്ചു എന്നൊക്കെ അവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ വരുന്നതേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഉപദേശം അതേപടി എഴുതി വെച്ചത് മഹേന്ദ്രനാഥഗുപ്തൻ മാത്രമാണ്. അദ്ദേഹം ശനി ഞായർ മാത്രമേ പോകാൻ പറ്റൂ. ബാക്കി 5 ദിവസവും സ്കൂളിൽ ജോലിക്ക് പോകണം. ഹെഡ് മാസ്റ്ററാണല്ലോ. ചിന്തിക്കും. നാളെ ഒരാൾ ചോദിച്ചു, ശ്രീകൃഷ്ണൻ എന്താ അർജുനന് മാത്രം ഉപദേശം, എന്താ അർജുനൻ ഒരു ഉപദേശം കൊടുത്തത്? ഒരു ഉപദേശമൊന്നുമല്ല, ഒന്നിലധികം ഉപദേശം കൊടുത്തിട്ടുണ്ട്. എത്ര ഉപദേശം കൊടുത്തു നമുക്കറിയില്ല. നമുക്കറിയണത് സഞ്ജയൻ കേട്ടതേ ഉള്ളൂ. അർജുനൻ എഴുതി വെച്ചോ? പിന്നെ അർജുനൻ അതല്ലേ പണി. അങ്ങനെ നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവുന്ന പണിയൊക്കെ അർജുനൻ ചെയ്യുമോ? അത് സഞ്ജയനും മനസ്സിലാക്കി. അവിടെ സഞ്ജയനാണ് അതൊക്കെ രേഖപ്പെടുത്തി ഓർമ്മിച്ച്, വ്യാസഭഗവാൻ അതൊക്കെ എഴുതി ഭാവി തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. അത്രയേ ഉള്ളൂ. ആർക്കൊക്കെ ഉപദേശിച്ചു ഭഗവാൻ നമുക്കറിയാം? അറിയില്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ശരി. അപ്പം അതുകൊണ്ട് വേറെ വല്ല ഉപനിഷത്തിനും ഇതുപോലെ വാക്യഭാഷ്യമുണ്ടോ? നമുക്കറിയില്ല. അതേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാം. അതേ കിട്ടിയിട്ടുള്ളൂ. ശരി, സന്തോഷം. ഓം